ഹായ് ഗൈസ്, പവിത്രം പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ വേദ അവളുടെ അനുജത്തിയുടെ അടുപ്പവും അയാളെക്കുറിച്ച് കൂടുതൽ അറിയാനും ശ്രമിക്കുന്നു. ഈ കാര്യം വിക്രമത്തിനോടും പറയുന്നു. വിക്രം പറയുന്നത്, നീ പറയുന്നത് ശരിയാണ് വേദ, അവൾ അതിൽ നിന്നും പിന്മാറില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് വിഷമം ആവുന്നുണ്ട്. വേദ നേരെ അനുജത്തിയെ കാണാൻ ചെല്ലുന്നു. അവളോട് പരമാവധി വരുണിനെ പറ്റി മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട് വേദ. എന്നാലും വരുൺ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല എന്ന് വേദ പറയുമ്പോൾ ഒട്ടും സങ്കോചമില്ലാതെ, വിക്രം ചേട്ടൻ പിന്നെ ഏറ്റവും നല്ലവനായ ആളായിരുന്നു, ആദ്യം അത് അവസാനിപ്പിക്കേ, എന്നിട്ട് ഇടപെടാം എൻ്റെ കാര്യത്തിൽ എന്ന് അനുജത്തിയും പറയുന്നു. വേദയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് വിക്രമിനോട് അതേപ്പറ്റി പറയുമ്പോൾ തിരിച്ചു വന്ന് വിക്രമിനോട് അതേപ്പറ്റി പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ആ പ്രശ്നം നിനക്ക് വേണമെങ്കിൽ ഞാൻ പരിഹരിക്കാം എന്ന് പറഞ്ഞത് വേദ ആകാംക്ഷയോടുകൂടി എങ്ങനെ എന്ന് ചോദിക്കുന്നു. എൻ്റെ വഴികളെ പറ്റി നീ ആലോചിക്കേണ്ട, കാര്യം നടക്കണമെങ്കിൽ പറ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് വേദയോട്. അനുജത്തിയും പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ പേരിൽ വിക്രം ചേട്ടൻ വരുണിനെ എന്തെങ്കിലും ചെയ്താൽ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയായിരിക്കില്ല ഇനി ഞാൻ സംസാരിക്കുക എന്ന്. അപ്പോൾ നിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് വേദയുടെ ചോദ്യത്തിന് ഞാൻ ഇനിയും ആവർത്തിക്കണോ എന്ന് മറുചോദ്യമാണ് അനുജത്തി ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്കിത് അച്ഛനോട് പറയേണ്ടി വരും എന്ന് പറയുന്നു. അത് പറഞ്ഞു തിരിഞ്ഞതും ജഡ്ജി ശങ്കരനാരായണൻ കാറിൽ നിന്നും വന്നിറങ്ങുന്നു. അച്ഛനോട് വേദ സംസാരിക്കുന്നുണ്ട്. പിന്നീട് വിക്രം പറയുന്നത്, ഞാൻ നിന്നെ സഹായിച്ചാൽ തിരിച്ചൊരു സഹായം നീ എനിക്കും ചെയ്യേണ്ടി വരുമെന്ന് വേദയോട് പറയുന്നു. അതെനിക്ക് ഉറപ്പ് തരണം എന്നും പറയുന്നു. വേദ ഒന്നും പറയുന്നില്ല. ഇതെല്ലാം വാതിലിൻ്റെ പുറത്ത് ചെവിയോർത്ത് നന്ദിനി നിൽക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാലും മറ്റൊരാളുടെ സ്വകാര്യതയിൽ ഇടപെടുന്നത് നന്ദിനിക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അന്നേരം ശ്രീകാര്യം ശ്രീനിവാസനും പറയുന്നത്, പ്രശ്നങ്ങളൊക്കെ തീർക്കാം നമുക്ക്, നീ വ്രതശുദ്ധിയോടുകൂടി മല ചവിട്ടി തിരിച്ചു വാ, ബാക്കിയുള്ളത് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് തീർക്കാമെന്ന് വിക്രത്തിന് ഉറപ്പ് നൽകുന്നുണ്ട് ശ്രീകാര്യം ശ്രീനിവാസൻ. ഇനിയും വീണ്ടും ശ്രീകാര്യം ശ്രീനിവാസനും വിക്രമും ചേർന്ന് പുതിയ പദ്ധതിയുമായി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാനാകും. ഇതാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു സംഭവബഹുലമായ എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.